നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യുക്രൈനിൽ ഇനി ഒരടി എടുത്തു വെച്ചാൽ റഷ്യയെ തീർക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെല്ലുവിളി. എന്നാൽ അത്തരം വെല്ലുവിളികളൊക്കെ കയ്യിൽ വെച്ചാൽ മതി, അതും കൊണ്ട് അതിർത്തി കടന്ന് ഇപ്പുറത്തേക്ക് വന്നേക്കരുത് എന്നാണ് പുടിൻ ട്രംപിന് കൊടുത്തിരിക്കുന്ന മറുപടി. അങ്ങനെ യുക്രൈൻ വിഷയത്തിൽ റഷ്യ, അമേരിക്ക തമ്മിൽ ഇടഞ്ഞിരിക്കുകയാണ്. എന്നാൽ അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക്, പുത്തൻ നീക്കത്തിലേക്ക് പുടിൻ കടക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. യുക്രൈൻ പിടിച്ചെടുത്താൽ അവിടം കൊണ്ട് നിർത്തില്ല പുടിൻ. റഷ്യ അതിനപ്പുറത്തേക്ക് കടക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് യുക്രൈനുമായി കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന യുദ്ധത്തിൽ വിജയം നേടിയാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടുത്തതായി ആക്രമിക്കാൻ ലക്ഷ്യമിടുന്ന രാജ്യം ഏതാണ് എന്നുള്ളതിൻ്റെ വിവരമാണ് ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. നാറ്റോ സഖ്യരാജ്യമായ ലിത്വേനിയ ആക്രമിക്കാനാണ് പുടിൻ പദ്ധതിയിടുന്നത് എന്ന് മുൻ ജനറലും CIA മേധാവിയുമായ ഡേവിഡ് പെട്രായസ് വ്യക്തമാക്കുന്നത്. യുക്രൈനിൽ യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ അന്നും ഇതുപോലെ ഒരു ആരോപണം ഉയർന്നു വന്നതാണ്. അതായത് യുക്രൈൻ പിടിച്ചാൽ അവിടം കൊണ്ട് പുടിൻ നിർത്തില്ല, അതും കടന്ന് മുന്നേറും. ഈ ഭയമാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈനെ പൂർണ്ണമായും പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നതും അമേരിക്കയ്ക്ക് മേൽ ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തുന്നതും. അതായത് റഷ്യയെ പിടിച്ചു കെട്ടണം എന്നുള്ള ആവശ്യമാണ് അമേരിക്കയ്ക്ക് മുന്നിൽ യൂറോപ്യൻ രാജ്യങ്ങളും മറ്റും വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പല കേന്ദ്രങ്ങളിലേക്കും പുടിൻ കയറും, പല രാജ്യങ്ങളും പിടിച്ചടക്കും. യുക്രൈനിൽ തന്നെ റഷ്യ കണക്ക് കൂട്ടുന്നത് ധാതു സമ്പത്ത് മുഴുവൻ കൈക്കലാക്കണമെന്നാണ്. യൂറോപ്പിൻ്റെ മറ്റു ഭാഗത്തേക്കും റഷ്യ കടക്കുകയാണെങ്കിൽ പുടിൻ ആ ഒരു നീക്കത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ പിടിച്ച് കെട്ടാൻ ആരെ കൊണ്ട് കഴിയും? ട്രംപിന് കഴിയുമോ? ട്രംപ് മുന്നിട്ടിറങ്ങണം എന്നുള്ള ആവശ്യം ശക്തമാകുകയാണ്. ട്രംപിനും അങ്ങനെ ഒരു ഭയം തോന്നി തുടങ്ങിയതുകൊണ്ടാണോ എന്തോ വ്യക്തമല്ല. ഇപ്പോൾ പുടിന് നേരെ വലിയ രീതിയിലുള്ള കൊലവിളികളാണ് ട്രംപ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിരുന്നു യുക്രൈനിൽ ഇനി ആക്രമണം നടത്തിയാൽ കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും റഷ്യയുടെ പതനത്തിനായിരിക്കും അത് വഴിവെക്കുന്നതെന്നും ട്രംപ് വെല്ലുവിളിച്ചത്. എന്നാൽ പോയി പണി നോക്കൂ എന്നുള്ള മട്ടിൽ കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയും യുക്രൈനിൽ അതിശക്തമായ ആക്രമണം തുടങ്ങിവെക്കുകയും ചെയ്തിരിക്കുകയാണ് പുടിൻ. പാശ്ചാത്യ രാജ്യങ്ങളുടെ ശക്തി പരീക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ കൂടുതൽ വിശാലമായ ആക്രമണം നടത്തുന്നതിനോ മുന്നോടിയായിട്ടായിരിക്കും പുടിൻ ഇത്തരമൊരു ശ്രമം നടത്തുന്നത് എന്നാണ് പെട്രായസ് വ്യക്തമാക്കുന്നത്. പുടിന് ഇതൊക്കെ ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവസരം ഒരുക്കിക്കൊടുക്കുകയാണ് എന്ന് കുറ്റപ്പെടുത്തിയ പെട്രായസ് ഇക്കാര്യത്തിൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡനെയും വിമർശിച്ചു. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും 10,000-കണക്കിന് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനികരെ നയിച്ച പ്രഗത്ഭനായ സൈനിക മേധാവിയായിരുന്നു പെട്രായസ്. യുദ്ധക്കളത്തിൽ ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര കരാറുകളിൽ നിന്ന് ബ്രിട്ടൻ പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആയുധങ്ങൾ മികച്ച പ്രതിരോധശേഷി ഉള്ളവയാണെന്നും പെട്രായസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അധികാരത്തിൽ ട്രംപ് എത്തുമ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ അയവുണ്ടാകുമെന്നും യുദ്ധം അവസാനിക്കുമെന്നും പലരും കണക്കുകൂട്ടിയിരുന്നു. എന്നാൽ അധികാരത്തിലെത്തിയ ട്രംപ് ആകട്ടെ ആദ്യമൊക്കെ പുടിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയായിരുന്നു യുക്രൈൻ പിടിച്ചടക്കുന്നതിന് വേണ്ടി. എന്നാൽ പിന്നീടാണ് ട്രംപിന്റെ കണ്ണും യുക്രൈനിലെ ധാതു സമ്പത്തിൽ പതിയുന്നത്. ഇതോടുകൂടിയാണ് ട്രംപ് പ്ലാൻ B പുറത്തെടുക്കുന്നത്. അതായത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാന ചർച്ചകൾക്ക് മുൻകൈയെടുക്കാൻ തയ്യാറാണെന്നും യുദ്ധം അവസാനിക്കുമെന്നും എന്നാൽ യുക്രൈൻ്റെ ധാതു സമ്പത്തിൻ്റെ പകുതി വേണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. അത് കൊടുക്കാൻ ആദ്യമൊന്നും സെലൻസ്കി തയ്യാറായില്ല. പിന്നീട് യുദ്ധം അവസാനിക്കട്ടെ എന്ന് കരുതി ആ കരാറിൽ ഒപ്പിടാൻ തയ്യാറാകുകയായിരുന്നു. എന്നാൽ റഷ്യയോടും ഒരു ഡീല് വെച്ചു ട്രംപ്. അതായത് യുക്രൈൻ്റെ പിടിച്ചെടുത്ത ഭാഗങ്ങളിലെ ധാതു സമ്പത്തിൻ്റെ പകുതി അവകാശം കൊടുക്കണമെന്ന്. ഇത് പുടിൻ അങ്ങോട്ട് പിടിച്ചില്ല. അങ്ങനെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത്. ഇന്നിപ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിൽ വലിയ രീതിയിൽ എതിർത്ത് നിൽക്കുകയാണ് പരസ്പരം. ഇത് യുക്രൈന് വളമാകുമോ എന്ന് കാത്തിരുന്ന് കാണണം. അതായത് യുക്രൈനെ പിന്തുണയ്ക്കാൻ, റഷ്യയ്ക്ക് നേരെ യുദ്ധം ചെയ്യാൻ വീണ്ടും ട്രംപ് പൂർണ്ണ സഹായങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ലോകം കാണാൻ പോകുന്ന മറ്റൊരു ഭീതി? ഉറപ്പായും അത് അമേരിക്ക റഷ്യ പോരായിരിക്കുമോ എന്നുള്ള ഒരു ഭീതി നിലനിൽക്കുന്നുണ്ട്.
പുടിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നും പിന്നും നോക്കാനില്ല എന്നുള്ള ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യുക്രൈനെ പിടിച്ചടക്കി അതിനപ്പുറത്തേക്ക് കൂടി കടക്കാനാണ് പുടിൻ കണക്ക് കൂട്ടുന്നത്. പുടിൻ്റെ ഈ നീക്കം മനസ്സിലായിട്ടാകണം പെട്രായസ് തന്നെ വ്യക്തമാക്കുന്നത് ലിഥുവേനിയയും കൂടെ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലേക്കാണ് പുടിൻ കടക്കുന്നതെന്ന്. ഒരു പാവ നേതാവിനെ പ്രതിഷ്ഠിക്കാനും യുക്രൈനെ നിയന്ത്രിക്കുന്നതിനുമായി പ്രസിഡന്റ് സെലൻസ്കിയെ അട്ടിമറിക്കുക എന്നതായിരുന്നു റഷ്യയുടെ ലക്ഷ്യം എന്നാണ് പെട്രായസ് ആരോപിക്കുന്നത്. ഇക്കാര്യം പൂർത്തിയായാൽ പുടിൻ്റെ അടുത്ത ലക്ഷ്യം ബാൾട്ടിക് രാജ്യങ്ങളായിരിക്കും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പുടിൻ ഈയിടെ നിരന്തരമായി പ്രസംഗങ്ങളിൽ ലിഥുവാനിയയെക്കുറിച്ച് പരാമർശിക്കുന്ന കാര്യവും പെട്രായസ് എടുത്തു പറഞ്ഞു. യുദ്ധത്തിൽ റഷ്യയ്ക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയെങ്കിലും യുക്രൈൻ പിടിച്ചേ അടങ്ങൂ എന്നുള്ള ഒരു മനോഭാവത്തിലേക്കും പുടിൻ എത്തിയിട്ടുണ്ട് എന്നും പെട്രായസ് വ്യക്തമാക്കുന്നു. റഷ്യൻ സൈനികരിലെ വലിയൊരു വിഭാഗം കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തതായും പെട്രായസ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിലധികമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നിട്ടിറങ്ങിയിട്ടും ഇപ്പോഴും പരിഹാരമായിട്ടില്ല. ഇതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം ട്രംപ് പുടിനെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു. അതായത് ട്രംപിൻ്റെ നേതൃത്വത്തിലാണ് സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ട്രംപിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് യുക്രൈനിൽ തലങ്ങും വിലങ്ങും കയറി അടിക്കുകയാണ് റഷ്യ. ഇത് ട്രംപിനെ വിറളി പിടിപ്പിക്കുന്നു. ഒരു കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഏറ്റവും ഊഷ്മളമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. യുക്രൈനുമായി റഷ്യ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ട്രംപ് പുടിനെ വിശേഷിപ്പിച്ചത് മഹാപ്രതിഭയും സമർത്ഥനും എന്നായിരുന്നു. അതേസമയം കഴിഞ്ഞയാഴ്ച വെടിനിർത്തലിനായുള്ള തൻ്റെ ശ്രമങ്ങൾക്ക് പുടിൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി നേരിട്ടപ്പോൾ അതേ ട്രംപ് തന്നെ പുടിനെ ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ചത്. പുടിൻ തീ കൊണ്ട് കളിക്കുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു. താൻ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രചാരണ വേളയിൽ അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ പ്രസിഡന്റ് പദവിയിൽ 100 ദിവസം പിന്നിട്ടിട്ടും യുദ്ധം മാറ്റമില്ലാതെ തുടരുകയാണ്. പുടിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇതിനെല്ലാം തടസ്സമായി മാറിയതെന്ന് ട്രംപ് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത്. ട്രംപ് കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടും പുടിൻ അടുക്കാത്തത് അമേരിക്കൻ ഭരണകൂടത്തെ ചൊടിപ്പിക്കുകയാണ്. യുക്രൈൻ വെടിനിർത്തലിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യ യുക്രൈനിൽ രൂക്ഷമായ തോതിലുള്ള ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ച മാത്രം 900ഓളം ഡ്രോണുകളാണ് റഷ്യ യുക്രൈനിൽ ആക്രമണം നടത്താനായി ഉപയോഗിച്ചത്. തലസ്ഥാനമായ കീവിൽ പോലും റഷ്യ വൻതോതിലുള്ള ആക്രമണമാണ് നടത്തിയത്. അതേസമയം വൈറ്റ് ഹൗസിൽ വെച്ച് അപമാനിക്കപ്പെട്ടിട്ട് പോലും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പിന്നീട് അമേരിക്കയുമായി ചങ്ങാത്തം കൂടുകയായിരുന്നു. ട്രംപിനെ സംബന്ധിച്ച് യുക്രൈനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തിയതിൽ മറ്റൊരു നേട്ടം കൂടി ഉണ്ടായി. യുക്രൈന് നൽകുന്ന പ്രതിരോധ സഹായത്തിന് പകരമായി യുക്രൈൻ്റെ വൻതോതിലുള്ള ധാതു സമ്പത്ത് അമേരിക്കയ്ക്ക് ലഭിക്കാൻ കരാറിൽ ഒപ്പുവെച്ചതാണ് അത്. യുദ്ധം ജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പുടിൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതേസമയം റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ തന്നെയാണ് അമേരിക്ക ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് യുക്രൈന് വേണ്ടി ചില നീക്കങ്ങളിലേക്ക് ട്രംപ് കടന്നിരിക്കുന്നു. ധാതു സമ്പത്ത് കിട്ടിയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ യുക്രൈൻ്റെ ചേരിയിലേക്ക് ട്രംപ് തിരിഞ്ഞിരിക്കുന്നോ എന്നുള്ള ചോദ്യം ശക്തമാണ്. ഇതിനിടെ ഉത്തര കൊറിയയോട് കട്ടക്കലിപ്പിൽ നിൽക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന് കാരണം റഷ്യയ്ക്ക് ആയുധങ്ങളും സൈന്യത്തെയും എത്തിച്ച് വൻതോതിലുള്ള സഹായം കൊടുത്ത് ഉത്തര കൊറിയ പുടിനുമായി വലിയ ബന്ധം ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഉത്തര കൊറിയ റഷ്യയിലേക്ക് സൈനികരെയും മിസൈലുകളും റോക്കറ്റുകളും ഉൾപ്പെടെ ദശലക്ഷക്കണക്കിന് യുദ്ധോപകരണങ്ങൾ അയച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. മോസ്കോയെ പോങ്യാങ് എത്രത്തോളം സഹായിച്ചുവെന്ന് രാജ്യാന്തര നിരീക്ഷണ സംഘത്തിൻ്റെ പുതിയ റിപ്പോർട്ട് വിശദീകരിക്കുന്നത്. ഇതോടെ റഷ്യ യുക്രൈൻ യുദ്ധം കൂടുതൽ ഭീകരമായ തലങ്ങളിലേക്കാണ് കടക്കുന്നത്. അതായത് ട്രംപിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന്. ഇതാണ് ട്രംപിനെ ചൊടിപ്പിക്കുന്നത്. ഉത്തര കൊറിയയ്ക്കെതിരായ ഉപരോധങ്ങൾ നിരീക്ഷിക്കുന്ന 11 രാജ്യാന്തര സമിതിയായ മൾട്ടിലാറ്ററൽ സാങ്ഷൻസ് മോണിറ്ററിംഗ് ടീം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2023 സെപ്റ്റംബറിനും 2024 ഡിസംബറിനും ഇടയിൽ ഉത്തര കൊറിയ റഷ്യയ്ക്ക് 100-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 90 ലക്ഷം റൗണ്ടോളം വെടിക്കോപ്പുകളും കൈമാറിയതായിട്ടാണ് വിവരങ്ങൾ. ഇത് റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് കൂടുതൽ കരുത്ത് പകരുകയും സാധാരണക്കാരെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു.
14,000 സൈനികരെയും 3 ഹെവി ആർട്ടിലറി യൂണിറ്റുകളെയും യുക്രൈനിലേക്ക് അയച്ചത് ഉൾപ്പെടെയുള്ള സൈനിക പിന്തുണ റഷ്യയ്ക്ക് കീവ്, സപ്പോറിഷ്യ പോലുള്ള നഗരങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ സഹായകമായി എന്ന് MSMT റിപ്പോർട്ട് പറയുന്നു. ഈ കൈമാറ്റങ്ങൾ UN രക്ഷാസമിതിയുടെ ഉത്തര കൊറിയയ്ക്കും റഷ്യയ്ക്കുമെതിരായ പ്രമേയങ്ങളുടെയും ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സൈനിക സഹകരണത്തിന്റെ പ്രമേയങ്ങളുടെയും വ്യക്തമായ ലംഘനമാണെന്ന് റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നു. വൻതോതിലുള്ള സൈനിക സഹായത്തിന് പകരമായി റഷ്യ ഉത്തര കൊറിയയ്ക്ക് അത്യാധുനിക യുദ്ധ സംവിധാനങ്ങളും പാൻസിർ മൊബൈൽ എയർ ഡിഫൻസ് സിസ്റ്റവും നൽകിയിരിക്കാമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. വിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, കൃത്യമായ ആയുധങ്ങൾ, ഡ്രോണുകൾ എന്നിവയെ ലക്ഷ്യമിടാൻ രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് പാൻസർ. KBP ഇൻസ്ട്രുമെന്റ് ഡിസൈൻ ബ്യൂറോയാണ് ഇത് നിർമ്മിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആയുധ കൈമാറ്റങ്ങൾ റഷ്യൻ ചരക്ക് കപ്പലുകളുടെ മറവിലാണത്രേ നടക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റഷ്യ ഉത്തര കൊറിയയുടെ മിസൈൽ വികസന പരിപാടിക്കും പിന്തുണ നൽകിയിട്ടുണ്ട്. കൂടാതെ റഷ്യയ്ക്കുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ സഹായിക്കുന്ന ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഉത്തര കൊറിയയ്ക്ക് ലഭിച്ചു അത്രേ. ഇത് UN നിശ്ചയിച്ച വാർഷിക പരിധിയിൽ കവിഞ്ഞ അളവിലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. റഷ്യ കഴിഞ്ഞ വർഷം ഉത്തര കൊറിയയ്ക്കെതിരായ ഉപരോധങ്ങൾ നിരീക്ഷിച്ചിരുന്ന UN നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ കാലാവധി പുതുക്കുന്നത് വീറ്റോ ചെയ്തതിനെ തുടർന്നാണ് MSMT രൂപീകരിച്ചത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലൻഡ്സ്, ജപ്പാൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ദക്ഷിണ കൊറിയ എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ 11 അംഗ സമിതി. ഈ സമിതി നൽകിയ 30 പേജുള്ള ഈ റിപ്പോർട്ടിൽ ഹ്വാസോങ് 11A ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ അവശിഷ്ടങ്ങളും കണ്ടെടുത്ത റോക്കറ്റ് ലോഞ്ചർ വെടിക്കോപ്പുകളുടെയും ടാങ്ക് വിരുദ്ധ മിസൈലുകളുടെയും വിവരങ്ങളും റഷ്യയിലൂടെ കടത്തിക്കൊണ്ടുപോയ ഉത്തര കൊറിയൻ ആയുധ സംവിധാനങ്ങളുടെ ചിത്രങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതായത് റഷ്യ ഉത്തര കൊറിയ തമ്മിലുള്ള ബന്ധം അത് മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു. സൈനിക, ആയുധ, സാമ്പത്തിക സഹായങ്ങളാണ് ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നത്. ഇത് ലോകത്തിന് തന്നെ ഭീഷണിയാണ്. യുക്രൈൻ പോലെയുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഭീഷണിയാണ് ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള ഈ ബന്ധം. ഇത് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നത് അമേരിക്കയ്ക്കും. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങൾക്കുമെതിരെ വാളെടുത്തിരിക്കുകയാണ് ട്രംപ്. എന്നാൽ ട്രംപിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കലിയിളകി നിൽക്കുന്ന ട്രംപിനോട് പോയി പണി നോക്കാനാണ് പുടിൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.